Hello dears, welcome to another class. A very old man with enormous wings എന്ന ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്യാനായിട്ട് പോവാണ്. പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പാഠവുമായിട്ട് ബന്ധപ്പെട്ട ക്യാരക്ടർ സ്കെച്ചസ് നമ്മൾ പഠിച്ചു, റിവ്യൂ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ പാഠത്തിന്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ, പാഠത്തിന് ശേഷം കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്ന് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, രണ്ട് ഡയറി. ഈ രണ്ട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ പഠിക്കുന്നതോടുകൂടി പുസ്തകത്തിലെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നമ്മൾ പഠിച്ചു കഴിയുന്നതാണ്. അപ്പൊ പരീക്ഷയ്ക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയാണത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫിനിഷിംഗ് കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നു എന്താണത് നോക്കുക. ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. സ്ക്രീനിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ക്യാരക്ടർ സ്കെച്ചിന് ശേഷമാണ് അതിന്റെ ചോദ്യം വരുന്നത്. നോക്കുക, ഇത് രണ്ടാമത്തെ ചോദ്യമാണ്. The news of the sudden appearance of a very old man with enormous wings spreads rapidly in the neighborhood. അപ്പോൾ news of the sudden appearance, നമ്മുടെ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്, വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യൻ, അല്ലെ, ചിറകൊക്കെ ഉള്ള ഒരു മനുഷ്യൻ, പുള്ളിക്കാരൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയായിരുന്നു പെലായോയുടെ വീടിന്റെ പിറകിലായിട്ട്. അപ്പൊ ഈ ന്യൂസ്, ഈ വാർത്ത എന്ത് ചെയ്യുകയാണ്? സ്പ്രെഡ് ചെയ്യുകയാണ്, അല്ലെ, വ്യാപിക്കുകയാണ്, പരക്കുകയാണ്. റാപ്പിഡ്ലി, വളരെ വേഗത്തിൽ പരക്കുകയാണ്. ഇൻ ദ നൈബർഹുഡ്, ആ പരിസര പ്രദേശങ്ങളിലൊക്കെ. വൺ ഓഫ് ദി ലോക്കൽ റെസിഡൻസ് കം അക്രോസ് എ നോട്ടീസ്. അപ്പൊ വൺ ഓഫ് ദി ലോക്കൽ റെസിഡൻസ്, അവിടെ ലോക്കലായിട്ട് താമസിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുകയാണ്? കം അക്രോസ്, കാണുകയാണ്. നോട്ടീസ്, ഒരു നോട്ടീസ് കാണുകയാണ്. നോട്ടീസിന്റെ പോലത്തെ പടമാണ്, ആ നോട്ടീസിന്റെ പടമാണ് ഏകദേശം ആ റൈറ്റ് സൈഡിലായിട്ട് ഇപ്പൊ നമ്മുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നോട്ടീസ് കാണുന്നു. ആ നോട്ടീസ് എന്ന് പറയുന്നത് അഡ്വർടൈസിങ്, പരസ്യമാണ്. എന്തിന്റെ പരസ്യമാണ്? ദി ഓപ്പർച്യൂണിറ്റി ടു സീ ദി ഏഞ്ചൽ ഫോർ 5 cents. 5 സെന്റുകൾ മുടക്കിയാൽ ഏഞ്ചലിനെ കാണാമെന്നുള്ള കാണാനുള്ള അവസരം ലഭിക്കുമെന്നതിന്റെ പരസ്യമാണ് ആ നോട്ടീസ് എന്ന് പറയുന്നത്. അതൊരു നാട്ടുകാരൻ കാണുകയാണ്. ഹി ഈസ് ഡീപ്ലി സാഡൻഡ്. അയാൾക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്. ബൈ ദ ട്രീറ്റ്മെന്റ് ഓഫ് ദി എൽഡർലി മാൻ. ഈ മുതിർന്ന, ഈ പ്രായം ചെന്ന മനുഷ്യനെ ട്രീറ്റ് ചെയ്യുന്ന രീതി കണ്ടിട്ട് ഇയാൾക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്. He decides to write a letter. അയാൾ തീരുമാനിക്കുന്നു. എന്ത് തീരുമാനിക്കുന്നു? ഒരു കത്ത് എഴുതാൻ തീരുമാനിക്കുകയാണ്. To the editor, ഒരു പത്രത്തിന്റെ എഡിറ്ററിന് കത്തെഴുതാൻ തീരുമാനിക്കുകയാണ്. Expressing his concern, അയാളുടെ ഉത്കണ്ഠ പ്രകടിപ്പിച്ചുകൊണ്ട്, അയാളുടെ മനസ്സിലുള്ള ആകുലതകൾ, ടെൻഷൻ ഒക്കെ പങ്കുവെച്ചുകൊണ്ട്, ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അയാൾ കത്തെഴുതാനായിട്ട് തീരുമാനിക്കുന്നു പത്രത്തിന്റെ എഡിറ്ററിന്. ലെറ്റ്സ് ഗോ ത്രൂ ദ ലെറ്റർ. അപ്പൊ ആ ലെറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അയാൾ എഴുതിയ കത്ത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ആ കത്ത് ആദ്യം ഒന്ന് നോക്കാം. കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ലെറ്റർ ടു ദി എഡിറ്റർ പഠിക്കാനുണ്ടായിരുന്നു. അവിടെ നമ്മൾ അതിന്റെ ഫോർമാറ്റിൽ ഡേറ്റ് വെച്ചിട്ടാണ് എഴുതി തുടങ്ങിയത്. ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടില്ല. ഡേറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ആ ജസ്റ്റ് ലെറ്റർ കാണിക്കാൻ വേണ്ടി ആയിരിക്കണം. ഡേറ്റ് കൊടുത്തിട്ടില്ല. ദി എഡിറ്റർ മുതലാണ് ഇവിടെ എഴുതി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ എന്താണ് ലെറ്റർ ടു എഡിറ്ററിന് കത്തെഴുതുമ്പോൾ ഡേറ്റിന് ശേഷം എന്താണ്? ദി എഡിറ്റർ എന്ന് കൊടുക്കണം. അതിനുശേഷം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ? നെയിം ഓഫ് ദി ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പറിന്റെ പേരാണ്, അല്ലെ. അവിടെ നമ്മൾ ഇങ്ങനെ എഴുതണമെന്നില്ല. ഏതെങ്കിലും ഒരു പത്രത്തിന്റെ പേര് നമ്മൾ അങ്ങ് കൊടുക്കുക. അതിനുശേഷം പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ, എവിടുന്നാണ് ഈ പത്രം പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കൊച്ചി, ചെന്നൈ, ഡൽഹി എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും കൊടുക്കുക. ഇതിപ്പോ നമുക്കറിയാം കൊളംബിയയാണ്, അല്ലെ. ഇദ്ദേഹം ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് കൊളംബിയൻ റൈറ്റർ ആണ്. കൊളംബിയയിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അവിടുത്തെ ഏതെങ്കിലും ഒരു സ്ഥലപ്പേര് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് നോക്കുക, അതെ, സർ. എന്താണ്? ലെറ്റർ ടു ദി എഡിറ്റർ എഴുതി തുടങ്ങിയിരിക്കുന്നു. സർ എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണ് അടുത്ത കൊടുത്തിരിക്കുന്നതെന്ന്. ഐ ആം റൈറ്റിംഗ്, ഞാൻ ഈ കത്ത് എഴുതുന്നത്, ടു എക്സ്പ്രസ് മൈ ഡീപ് കൺസേൺ, എൻ്റെ വലിയ ആശങ്ക പ്രകടിപ്പിക്കാനാണ്, എൻ്റെ വലിയ ഉത്കണ്ഠ പ്രകടിപ്പിക്കാനാണ്. കൺസേൺ എന്ന് പറയുമ്പോൾ ഉത്കണ്ഠയാണ്, ആശങ്കയാണ്. ഓവർ ദ ഹാർഷ് ട്രീറ്റ്മെന്റ് ഓഫ് ദി വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്. ഹാർഷ് ട്രീറ്റ്മെന്റിനെ പറ്റിയുള്ള എൻ്റെ ആശങ്ക അറിയിക്കാനാണ്. ഹാർഷ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ മോശം പെരുമാറ്റം, വളരെ റഫായിട്ടുള്ള പെരുമാറ്റം. ആരോടാണ് അങ്ങനെ കാണിക്കുന്നത്? വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്, അല്ലെ, വലിയ ചിറകുള്ള ഒരു എന്താണ് വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ. ആ മനുഷ്യനെ ഇങ്ങനെ എന്താണ് അയാളെ ദ്രോഹിക്കുന്ന തരത്തിൽ പെരുമാറുന്നു. അതിൽ എൻ്റെ ആശങ്ക അറിയിക്കാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഈ ആളിന്റെ പ്രത്യേകത നോക്കിയേ. ഹൂ വാസ് റീസെന്റ് ഡിസ്കവേർഡ് ഇൻ അവർ നൈബർഹുഡ്.
ഞങ്ങളുടെ പരിസര പ്രദേശത്ത് നൈബർഹുഡിൽ റീസെന്റ് ഈയിടെ ഡിസ്കവർ ചെയ്തതാണ്, കണ്ടെത്തിയ ഒരു വ്യക്തിയാണിത്. അപ്പൊ ഇയാളെ വളരെ മോശമായിട്ട് കൈകാര്യം ചെയ്യുകയാണ്. അപ്പൊ ഇതിൽ എന്റെ ഉത്കണ്ഠ അറിയിക്കാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഇനി നോക്കുക, ദ മിസ്റ്റീരിയസ് എൽഡർലി മാൻ. ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഈ നിഗൂഢത നിറഞ്ഞ പ്രായം ചെന്ന മനുഷ്യൻ ഈസ് ലോക്ക്ഡ് അപ്പ്, ഇയാളെ ലോക്കപ്പ് ചെയ്തിരിക്കുകയാണ്, അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇനി ചിക്കൻ കൂപ്പ്, ഒരു കോഴിക്കൂട്ടിൽ. ആൻഡ് സബ്ജക്റ്റഡ്, ഇയാള് വിധേയനാകുകയാണ് ടു റിഡിക്യൂൾ ആൻഡ് ഹരാസ്മെന്റ്. റിഡിക്യൂൾ പരിഹാസത്തിന് വിധേയനാകുന്നു, ആൻഡ് ഹരാസ്മെന്റ് പീഡനത്തിന്, ടോർച്ചറിങ്ങിന് വിധേയനാകുകയാണ് ഇയാൾ. ഹി ഈസ് ബീങ് എക്സ്പ്ലോയിറ്റഡ്, അയാളെ ചൂഷണം ചെയ്യുകയാണ്. ഫോർ ഫിനാൻഷ്യൽ ഗെയിൻ, സാമ്പത്തിക നേട്ടത്തിനായിട്ട് അയാളെ ചൂഷണം ചെയ്യുന്നു. ദിസ് ഈസ് എ ഷെയിംഫുൾ റിഫ്ലക്ഷൻ, ഇതൊരു നാണംകെട്ട പ്രതിഫലനമാണ്. ഓൺ ദ ക്യാരക്ടർ ഓഫ് അവർ സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിന്റെ സ്വഭാവത്തിന്റെ എന്താണ്, വളരെ നാണംകെട്ട ഒരു പ്രതിഫലനമാണിത് അല്ലെ. നമ്മുടെ സമൂഹത്തിന്റെ വളരെ മോശം ഒരു സ്വഭാവമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവർ ലാക്ക് ഓഫ് കമ്പാഷൻ, അതുപോലെ നമ്മുടെ അനുകമ്പയില്ലായ്മ, കമ്പാഷന്റെ ലാക്ക്, കമ്പാഷൻ ഇല്ലായ്മ. ആൻഡ് റെസ്പെക്ട്, അതുപോലെ നമുക്ക് ബഹുമാനമില്ലായ്മ, റെസ്പെക്റ്റിന്റെ ലാക്ക്. ഫോർ ദ ഡിഗ്നിറ്റി ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ അന്തസ്സിന് യാതൊരു വിലയും നമ്മൾ നൽകുന്നില്ല, യാതൊരു ബഹുമാനവും നമ്മൾ നൽകുന്നില്ല. അത് ഈസ് ഡിപ്ലോറബിൾ. ഇതൊക്കെ തന്നെ എന്താണ്, ഡിപ്ലോറബിൾ ആണ്, വളരെ മോശമാണ്. ഡിപ്ലോറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ബാഡ്, വളരെ മോശമാണ് ഈ കാര്യം എന്ന് പറയുന്നത്. ആസ് എ കമ്മ്യൂണിറ്റി, ഒരു സമൂഹം എന്ന നിലയിൽ, വി ഷുഡ് ബി അഷെയിംഡ്, നമുക്ക് നാണക്കേട് തോന്നണം, നമ്മൾ ലജ്ജിക്കണം. ഓഫ് അവർ ആക്ഷൻസ്, നമ്മുടെ പ്രവർത്തികൾ ഓർത്ത് നമ്മൾ ലജ്ജിക്കണം. വി ക്ലെയിം, നമ്മൾ അവകാശപ്പെടുന്നത് ടു ബി കെയറിങ്, നമ്മൾ കെയറിങ് ആണ്, കരുതലുള്ളവരാണ്. ആൻഡ് കമ്പാഷനേറ്റ്, നമ്മൾ അനുകമ്പയുള്ളവരാണ്. ബട്ട് അവർ ട്രീറ്റ്മെന്റ് ഓഫ് ദിസ് വൾണറബിൾ ഇൻഡിവിജ്വൽ, എന്നാൽ ഈ വൾണറബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വലിനോട് നമ്മൾ പെരുമാറുന്ന രീതി, നമ്മുടെ ട്രീറ്റ്മെന്റ്. വൾണറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എളുപ്പത്തിൽ ഉപദ്രവിക്കപ്പെടാവുന്ന, മീൻസ് തീരെ ശക്തിയില്ലാത്ത, ദുർബലനായിട്ടുള്ള ഈ വ്യക്തിയോടുള്ള നമ്മുടെ പെരുമാറ്റം ടെൽസ് എ ഡിഫറെന്റ് സ്റ്റോറി, വേറൊരു കഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, വ്യത്യസ്തമായൊരു കഥയാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. നമ്മൾ അവകാശപ്പെടുന്നു നമ്മൾ വളരെ നല്ലവരാണ്, നമ്മൾ കരുണയുള്ളവരാണ്, നമ്മൾ എന്താണ്, കെയറിങ് ആണ്. പക്ഷേ എന്താണ്, ഈ പ്രായം ചെന്ന വ്യക്തിയോടുള്ള പെരുമാറ്റം കാണിച്ചു തരുന്നത് മറ്റൊരു കഥയാണ്, നമ്മുടെ മറ്റൊരു സ്വഭാവമാണ്. മേ ഐ റിക്വസ്റ്റ്, ഞാൻ റിക്വസ്റ്റ് ചെയ്യട്ടെ, ഞാൻ അപേക്ഷിക്കട്ടെ, നിങ്ങളോട്, ടു കവർ ദി സ്റ്റോറി ഇൻ ദ പേജസ് ഓഫ് യുവർ എസ്റ്റീംഡ് ന്യൂസ് പേപ്പർ, നിങ്ങളുടെ പേര് കേട്ട ന്യൂസ് പേപ്പറിന്റെ പേജസിൽ ഈ ആളിന്റെ ഈ കഥ ഒന്ന് കവർ ചെയ്യണം, ഇതൊന്ന് കൊടുക്കണം, നിങ്ങൾ പത്രത്തിലൊന്ന് ഇതൊന്ന് കൊടുക്കണമെന്നാണ് പറയുന്നത്. ദിസ് വുഡ് ഇമ്പൽ ദി ലീഡേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, അത് നമ്മുടെ സമൂഹത്തിലെ നേതാക്കന്മാരെ ഇമ്പൽ ചെയ്യുക, അവരെ പ്രേരിപ്പിക്കും. ടു എൻഷുർ, എന്തിനാണ്, ഉറപ്പുവരുത്താൻ. ദി ഓൾഡ് മാൻസ് സേഫ്റ്റി, ഓൾഡ് മാന്റെ സുരക്ഷ. ആൻഡ് വെൽബീയിങ്, അതുപോലെ ക്ഷേമം, അയാളുടെ സുരക്ഷയും അതുപോലെ തന്നെ അയാളുടെ ക്ഷേമവും അയാളുടെ നന്മയും ഒക്കെ ഉറപ്പിക്കാനായിട്ട് നേതാക്കന്മാരെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കും. ഇത് നിങ്ങൾ പത്രത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. വി മസ്റ്റ് പ്രൊവൈഡ് ഹിം, നമ്മൾ അയാൾക്ക് നൽകണം, ആ ഓൾഡ് മാന് നമ്മൾ നൽകണം. വിത്ത് ദ കെയർ, നമ്മൾ ശ്രദ്ധ നൽകണം, കരുതൽ നൽകണം. ആൻഡ് റെസ്പെക്ട്, അതുപോലെ ബഹുമാനം നൽകണം. ഹി ഡിസേർവ്സ്, അയാൾ അർഹിക്കുന്ന ബഹുമാനവും അതുപോലെ ശ്രദ്ധയും ഒക്കെ നമ്മൾ നൽകണം എന്ന് പറഞ്ഞിട്ട് സിൻസിയർലി, ഒപ്പ്, പേര്, ഒരു പേര് എഴുതി കൊടുക്കാൻ നമുക്ക് അതിന് മുമ്പ് ഒപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെയാണ് നമ്മൾ ലെറ്ററിന് എഴുതേണ്ടി വന്നാൽ, എഡിറ്ററിന് ലെറ്റർ എഴുതേണ്ടി വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചോദ്യം തുടങ്ങാനായിട്ട് പോകുന്നത്. ദി എഡിറ്റർ ഓഫ് ദ ന്യൂസ് പേപ്പർ സെൻസ് എ റിപ്പോർട്ടർ. അപ്പൊ ഈ പത്രത്തിന്റെ എഡിറ്റർ എന്താണ് ചെയ്യുന്നത്, ഒരു റിപ്പോർട്ടറിനെ പറഞ്ഞു വിടുകയാണ്. എന്തിനാണ്, ടു ഇൻവെസ്റ്റിഗേറ്റ്, അന്വേഷിക്കാൻ, ആൻഡ് റിപ്പോർട്ട് ദി ഇൻസിഡന്റ്, ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളിനെ പറഞ്ഞു വിടുകയാണ്. പ്രിപ്പയർ ദ ലൈക്ലി ന്യൂസ് റിപ്പോർട്ട്. അപ്പോൾ അയാള് തയ്യാറാക്കാൻ ഇടയുള്ള ആ ന്യൂസ് റിപ്പോർട്ട് നമ്മളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവത്തെ ബേസ് ചെയ്ത് ഓൾഡ് മാനെ കൂട്ടിലിട്ട് പൈസ ഉണ്ടാക്കുന്നു, അയാളെ ദ്രോഹിക്കുന്നു, ഇതാണ് നമ്മുടെ വിഷയം. ഈ ഒരു സംഭവം റിപ്പോർട്ടാക്കി മാറ്റുക. അപ്പൊ അയാൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട്, അയാൾ അനുഭവിക്കുന്ന പ്രശ്നം, അതൊരു റിപ്പോർട്ടാക്കി മാറ്റുക. ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മൾ തയ്യാറാക്കിയ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്, ഹെഡ്ലൈൻ ആണ്. ശ്രദ്ധിച്ചോണം, ആദ്യം നമുക്ക് വേണ്ടത് ഹെഡ്ലൈൻ വെച്ചിട്ടേ നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തുടങ്ങാവൂ.
അതിനുശേഷം നമുക്ക് വേണ്ടത് ബൈലൈൻ ആണ്. മീൻസ് ആരാണ് അത് എഴുതിയത്, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ്, അത് നമുക്ക് ലെഫ്റ്റ് സൈഡിലോ നടുക്കോ ഒക്കെ എഴുതാം, സെന്ററിലോ ഒക്കെ എഴുതാം. അതിനുശേഷം പ്ലേസും ഡേറ്റും കൊടുക്കുക. എന്നിട്ട് നമ്മുടെ റിപ്പോർട്ട് എഴുതുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഹെഡ്ലൈൻ കൊടുക്കുക, അതിനുശേഷം ബൈലൈൻ എഴുതിയേക്കുന്ന ആള് ആരാണെന്ന് കൊടുക്കുക, അതിനുശേഷം പ്ലേസും ഡേറ്റും കൊടുക്കുക, പിന്നെ നമ്മൾ റിപ്പോർട്ട് എഴുതണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമ്മുടെ ഹെഡ്ലൈൻ നിങ്ങൾ നോക്കിയേ, കപ്പിൾ എക്സ്പ്ലോയിറ്റ് മിസ്റ്റീരിയസ് ഏഞ്ചൽ ഫോർ പ്രോഫിറ്റ്. പ്രോഫിറ്റിനായിട്ട്, ലാഭത്തിനായിട്ട് കപ്പിൾ എക്സ്പ്ലോയിറ്റ്സ് മിസ്റ്റീരിയസ് ഏഞ്ചൽ. കപ്പിൾ എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരൊറ്റ യൂണിറ്റ് ആയിട്ട്, അതായത് സിംഗുലർ ആയിട്ടാണ് നമ്മളിത് ഇവിടെ എടുത്തിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് സിംഗുലർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സിംഗുലർ ആയിട്ടോ പ്ലൂറൽ ആയിട്ടോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കി, കപ്പിൾ എക്സ്പ്ലോയിറ്റ്സ്, കപ്പിൾ എന്ത് ചെയ്യുന്നു? എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു. മിസ്റ്റീരിയസ് ഏഞ്ചൽ, നിഗൂഢത നിറഞ്ഞ ഒരു ഏഞ്ചലിനെ, ദുരൂഹത നിറഞ്ഞ ഒരു മാലാഖയെ എന്തിനാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്, ചൂഷണം ചെയ്യുകയാണ്, ഫോർ പ്രോഫിറ്റ്, ലാഭത്തിനായിട്ട്. ഇതാണ് നമ്മുടെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കുക, സ്റ്റാഫ് റിപ്പോർട്ടർ. ഈ വാർത്ത തയ്യാറാക്കിയിരിക്കുന്ന ആരാണ്? സ്റ്റാഫ് റിപ്പോർട്ടർ. അതിപ്പോൾ നിങ്ങൾ ഏത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതിയാലും അവിടെ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന് കൊടുക്കാം, പ്രത്യേക ലേഖകൻ എന്ന രീതിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പേര് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിയേ, സ്ഥലവും ഡേറ്റുമാണ്. സ്ഥലം നമ്മൾ കൊളംബിയയിലുള്ള ശരിക്കുമുള്ള ഒരു മെയിൻ സ്ഥലം കൊടുത്തിരിക്കുകയാണ്, സാന്റാ മാർട്ട എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മൾ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ഡേറ്റ് കൊടുക്കാൻ നോക്കിയാൽ 23 മെയ് 1991. ഇതാണ് നമ്മൾ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഡേറ്റിനകത്ത് വർഷം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം പത്രത്തിനകത്ത് വരുമ്പോൾ നമ്മൾ എല്ലാ വർഷം കൊടുക്കണമെന്നില്ല അല്ലെ, ഡേറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏത് ഡേറ്റ് ആണെന്നുള്ളത്. അപ്പോൾ വർഷം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കണ്ട. ഇനി നമുക്ക് ന്യൂസിലേക്ക് പോകാം. എ കപ്പിൾ ഹിയർ ഹാസ് ടേൺഡ് എ മിസ്റ്റീരിയസ് ഓൾഡ് മാൻ വിത്ത് ലാർജ് വിങ്സ്. വലിയ ചിറകുള്ള ഒരു നിഗൂഢത നിറഞ്ഞ ഓൾഡ് മാനെ, പ്രായം ചെന്ന മനുഷ്യനെ ഒരു കപ്പിൾ, ഒരു ഭാര്യയും ഭർത്താവും ചേർന്ന് ടേൺഡ്, മാറ്റിയിരിക്കുന്നു, ആക്കി തീർത്തിരിക്കുന്നു. ഇൻടു എ പ്രോഫിറ്റബിൾ അട്രാക്ഷൻ, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, ലാഭകരമായിട്ടുള്ള, എന്താണ്, പൈസ കിട്ടുന്ന ഒരു അട്രാക്ഷൻ ആക്കി മാറ്റിയിരിക്കുന്നു, ഒരു ആകർഷണമാക്കി മാറ്റിയിരിക്കുന്നു. പെലായോ ആൻഡ് എലിസന്ത, അവരുടെ പേര് അല്ലെ, കപ്പിളിന്റെ പേരാണ് പെലായോ, എലിസന്ത. റെസിഡൻസ്, താമസക്കാരാണ്, ഓഫ് ടഗാങ്ക, എ സ്മോൾ വില്ലേജ് നിയർ സാന്റാ മാർട്ട. നമ്മൾ നേരത്തെ പറഞ്ഞ മെയിൻ സ്ഥലം സാന്റാ മാർട്ട. ഈ സാന്റാ മാർട്ടയ്ക്ക് അടുത്തുള്ള ഒരു കുഞ്ഞു ഗ്രാമമായിട്ടുള്ള ടഗാങ്കയിലെ താമസക്കാരാണ് ഈ പെലായോയും എലിസന്തയും. അങ്ങനെയുള്ള പെലായോയും എലിസന്തയുമാണ് ആർ എൻഗേജ്ഡ്, ഏർപ്പെട്ടിരിക്കുന്നത്, ഇൻ ദിസ് ഇൻഹ്യൂമൻ ആക്ട്, ഈ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ടഗാങ്കയിലെ താമസക്കാരായിട്ടുള്ള ആരാണ്? പെലായോയും എലിസന്തയുമാണ്. ദ സ്ട്രേഞ്ച് ഓൾഡ് മാൻ, ഈ വിചിത്ര മനുഷ്യൻ, പ്രായം ചെന്ന മനുഷ്യൻ, അപ്പിയേർഡ് ഇൻ ദ ഫാമിലീസ് ബാക്ക് യാർഡ്, ഈ കുടുംബത്തിന്റെ, ഇവരുടെ കുടുംബത്തിന്റെ ബാക്ക് യാർഡിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ആഫ്റ്റർ എ സ്റ്റോം, ഒരു കാറ്റിനും മഴയ്ക്കും ഒക്കെ ശേഷം. ഏർലിയർ ദിസ് വീക്ക്, ഈ ആഴ്ച ആദ്യത്തെ ഒരു ദിവസം, ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ഒരു ശക്തമായ കാറ്റിനും മഴയ്ക്കുമൊക്കെ ശേഷം ഈ കുടുംബത്തിന്റെ, പെലായോയുടെയും എലിസന്തയുടെയും കുടുംബത്തിന്റെ മുറ്റത്ത്, പിറകിലുള്ള മുറ്റത്താണ് ഈ ആള് പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് നോക്കുക, അക്കോർഡിംഗ് ടു ആൻ ഐ വിറ്റ്നസ്, ഒരു ഐ വിറ്റ്നസിന്റെ അഭിപ്രായത്തിൽ, ഒരു ദൃക്സാക്ഷിയുടെ അഭിപ്രായത്തിൽ, ദ സ്ട്രേഞ്ച് ഫിഗർ വാസ് ഫൗണ്ട്, ഈ വിചിത്ര രൂപിയെ കണ്ടെത്തിയത് ഫേസ് ഡൗൺ, കമഴ്ന്നു കിടക്കുന്ന നിലയിലാണ്, ഇൻ ദ മഡ്, ചെളിയിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിലാണ് ഈ വിചിത്ര രൂപിയെ കണ്ടെത്തിയത്. ബെയർലി ഏബിൾ ടു മൂവ്, അങ്ങനെ അനങ്ങാനൊന്നും കഴിയാത്ത രീതിയിൽ, ചെളിയിൽ കമഴ്ന്നു കിടക്കുന്ന രീതിയിലാണ് ഇയാളിനെ കണ്ടെത്തിയത്. ഹി വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ, ഇയാളുടെ വസ്ത്രം ഒരു വേസ്റ്റ് ഒക്കെ പെറുക്കി ജീവിക്കുന്ന ഒരാളിനെ പോലെയുള്ള വസ്ത്രമാണ് ഇയാൾ ധരിച്ചിരുന്നത്. ഹി ഹാഡ് ഓൺലി എ ഫ്യൂ ഫെയ്ഡഡ് ഹെയർസ് ഓൺ ഹിസ് ബോൾഡ് ഹെഡ്, അയാളുടെ കഷണ്ടിത്തലയിൽ വളരെ കുറച്ച് മുടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്, അയാളുടെ വായിൽ വളരെ കുറച്ച് പല്ലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹിസ് ഹ്യൂജ് വിങ്സ്, അയാളുടെ വലിയ ചിറകുകൾ
ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ്, വളരെ അഴുക്ക് പിടിച്ചതാണ്, അതുപോലെ തൂവലുകളൊക്കെ പകുതി പറിച്ച നിലയിലാണ്. അങ്ങനെയുള്ള ചിറകുകൾ വേർ entangled in the mud, ചെളിയിൽ പുതഞ്ഞു കിടക്കുകയായിരുന്നു ഇയാളുടെ ചിറകുകൾ. unsure of what he was, ഇയാൾ എന്താണെന്ന് ഉറപ്പില്ലാതെ, unsure ആയിട്ട് മനസ്സിലാകാതെ, the homeowners, ആ വീട്ടുകാർ, locked him in a chicken coop, അയാളെ ഒരു കോഴിക്കൂട്ടിൽ ലോക്ക് ചെയ്തു, അടച്ചുപൂട്ടി. The news spread quickly, വാർത്ത പെട്ടെന്ന് പരന്നു. And people have been rushing to see him, ആളുകൾ അയാളെ കാണുവാനായിട്ട് തിരക്കിട്ടോടി വരാൻ തുടങ്ങി. The couple charge money for admission to see the winged man, ഈ ചിറകുള്ള മനുഷ്യനെ, വിങ്ഡ് മാനെ കാണാനായിട്ട് ഈ കപ്പിൾ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ തുടങ്ങി, ചാർജ് ചെയ്യാൻ തുടങ്ങി പ്രവേശനത്തിനായിട്ട്, അഡ്മിഷനായിട്ട്. Some local people, ചില നാട്ടുകാർ, believe that, വിശ്വസിക്കുന്നത്, he is an angel, ഇയാൾ ഒരു ഏഞ്ചൽ ആണെന്ന്, who has come for Pelayo's sick child, പെലായോയുടെ സുഖമില്ലാത്ത കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്ന മരണദൂതനായിട്ടുള്ള ഒരു ഏഞ്ചൽ ആണെന്നാണ് ചില നാട്ടുകാർ വിശ്വസിക്കുന്നത്. ബട്ട് എന്നാൽ ദി ഓൾഡ് മാൻ ഈസ് ട്രീറ്റഡ് മോർ ലൈക്ക് എ സർക്കസ് ആനിമൽ, ഈ ഓൾഡ് മാനെ ആളുകൾ കൂടുതലായിട്ടും ട്രീറ്റ് ചെയ്യുന്നത് ഒരു സർക്കസ് ആനിമലിനെ പോലെയാണ്, ഒരു സർക്കസ് മൃഗത്തെ പോലെയാണ്. ഹിസ് കണ്ടീഷൻ ഈസ് വെരി പതറ്റിക്, ഇയാളുടെ കണ്ടീഷൻ വളരെ ദയനീയമാണ്, പതറ്റിക് ആണ്. ഹി ഈസ് റിപ്പോർട്ടഡ് ടു ബി, റിപ്പോർട്ട് ചെയ്യുന്നത്, ഹി ഈസ് അണ്ടർഗോയിങ്, അയാൾ അണ്ടർഗോ ചെയ്യുന്നു എന്നുള്ളതാണ്, വിധേയനാകുന്നു, കടന്നു പോകുന്നു. എന്തിനാണ്? ഗ്രേറ്റ് സഫറിങ്, വലിയ യാതനയ്ക്ക്, വലിയ ദുരിതത്തിന്. ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ്, ആ കോഴിക്കൂട്ടിനുള്ളിൽ വലിയ ദുരിതത്തിന് ദുരിതത്തിലൂടെ ഇയാൾ കടന്നു പോകുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, പറയപ്പെടുന്നത്. ദ ഹെൻസ് പെക്ക് അറ്റ് ഹിം, കോഴികൾ അയാളെ കൊത്തുന്നു. while the visitors throw stones and pull out his feathers, visitors എന്ത് ചെയ്യുമ്പോൾ, അയാളെ കല്ലെറിയുമ്പോൾ, അതുപോലെ അയാളുടെ തൂവലുകൾ പറിച്ചെടുക്കുമ്പോൾ കോഴികൾ അയാളെ കൊത്തുന്നു. അങ്ങനെ വലിയ ദയനീയ അവസ്ഥയിലൂടെയാണ് ഇയാൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതോറിറ്റീസ്, അധികാരികൾ, റിമെയിൻ അൺസർട്ടൻ, അവർക്ക് ഉറപ്പില്ലാതെ, യാതൊരു എത്തും പിടിയും കിട്ടാതെ തുടരുകയാണ്. about the identity or origin of the mysterious old man, ഈ mysterious old manന്റെ ഐഡന്റിറ്റി, ഇയാൾ ആരാണ് എന്ന കാര്യത്തിൽ യാതൊരു ഐഡിയയും ഇല്ലാതെ അവരിയ്ക്കുന്നു. ഓർ ദി ഒറിജിൻ, എവിടുന്നാണ് ഇങ്ങനെ വരുന്നത്, എവിടുന്നാണ് ഇയാളുടെ ഉത്ഭവം, ഈ ദുരൂഹത നിറഞ്ഞ മനുഷ്യൻ, ഈ നിഗൂഢത നിറഞ്ഞ മനുഷ്യൻ എവിടുന്ന് വരുന്നു, ആരാണ്, ഒരു ഐഡിയയും ഇല്ല അധികാരികൾക്ക്. സയന്റിസ്റ്റ് ആൻഡ് റിലീജിയസ് എക്സ്പേർട്സ്, ശാസ്ത്രജ്ഞന്മാരും അതുപോലെ മതപണ്ഡിതന്മാരും ഒക്കെ ആർ ഓൾസോ ഹെൽപ്ലെസ്, അവരുമൊക്കെ നിസ്സഹായരായിട്ട് നിൽക്കുകയാണ്, അവർക്കൊന്നും അറിയില്ല ഇയാളെപ്പറ്റി യാതൊരു കാര്യവും. ദേ ആർ ട്രൈയിങ് റിയലി ഹാർഡ്, അവരൊക്കെ തന്നെ ശരിക്കും കഷ്ടപ്പെടുകയാണ്, ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. എന്തിനാണ്? ടു റീച്ച് എ കൺക്ലൂഷൻ, ഒരു നിഗമനത്തിലെത്താനായിട്ട്, ഇയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ, ഇയാൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ അവരൊക്കെ തന്നെ ശരിക്കും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഓൾ ആർ ഇൻഡിഫറൻറ്റ്, അതേസമയം എല്ലാവരും ഇൻഡിഫറൻ്റ് ആണ്, ആർക്കും ഒരു താല്പര്യവുമില്ല. ടു ഹിസ് പെയിൻ ആൻഡ് സഫറിങ്, അയാളുടെ വേദനയും യാതനയും ആരെയും ബാധിക്കുന്നില്ല, ആർക്കും അതിനോടൊന്നും യാതൊരു താല്പര്യവുമില്ല, എല്ലാവരും ഇൻഡിഫറൻ്റ് ആണ്. ഈവൻ ദ ഗവൺമെന്റ് ഈസ് നോട്ട് ടേക്കിംഗ് എനി ആക്ഷൻ, ഗവൺമെന്റ് പോലും യാതൊരു നടപടിയും എടുക്കുന്നില്ല. എഗെയിൻസ്റ്റ് ദ കപ്പിൾ, ഈ കപ്പിളിനെതിരെ, പെലായോയ്ക്കും എലിസന്ധയ്ക്കുമെതിരെ. എക്സ്പ്ലോയിറ്റിംഗ് ദ പുവർ ഓൾഡ് ക്രീച്ചർ, ഈ പാവം പിടിച്ച ജീവിയെ, ഫോർ മണി, പണത്തിനായിട്ട് ഈ പാവം പിടിച്ച വൃദ്ധനായ ഈ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഈ കപ്പിളിനെതിരെ ഗവൺമെന്റ് പോലും യാതൊരു നടപടിയും എടുക്കുന്നില്ല. ആഫ്റ്റർ ഓൾ, എന്തൊക്കെയായാലും, ഇറ്റ് ഈസ് എ ലിവിങ് ബീയിങ്, ഇതൊരു ജീവിയല്ലേ, എന്തൊക്കെയായാലും ഇതൊരു ജീവിയല്ലേ. അതൊരു കോട്ടാണ്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇൻവെർട്ടഡ് കോമ കാണുന്നുണ്ടല്ലോ, അതായത് ഒരാളിന്റെ അഭിപ്രായമാണ്. നമ്മൾ ഒരാളുടെ അഭിപ്രായത്തോടു കൂടി ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പൊ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ലിവിങ് ബീയിങ്, എന്തൊക്കെയായാലും ഇതൊരു ജീവിയല്ലേ. സച്ച് ടോർച്ചറിങ്, ഇത്തരം പീഡനം, ഷുഡിൻ ബി പെർമിറ്റഡ്, അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ദി അതോറിറ്റീസ്, അധികാരികൾ, മസ്റ്റ് ഓപ്പൺ ദെയർ ഐസ്, അവരുടെ കണ്ണ് തുറക്കണം. സെറ്റ് ഡേവിഡ്, ആരാണിത് പറഞ്ഞത്? ഡേവിഡ് ആണ് പറഞ്ഞത്. എ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്, ഒരു മനുഷ്യാവകാശ പ്രവർത്തകനായിട്ടുള്ള ഡേവിഡിന്റെ അഭിപ്രായമാണ് ഇവിടെ നമ്മൾ കൊടുത്തത്. അപ്പോൾ ഒരു വ്യക്തിയുടെ അഭിപ്രായത്തോടു കൂടി നമ്മൾ ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഡയറിയാണ്. പുസ്തകത്തിലെ ചോദ്യം തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കുക. വിത്ത് ദി അറൈവൽ ഓഫ് ദി വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്,
അപ്പൊ ഈ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സിന്റെ വരവോടുകൂടി പെലായോസ് ലൈഫ് ചേഞ്ചസ്, പെലായോയുടെ ജീവിതം മാറുന്നു. ഹി നോട്ട്സ് ഹിസ് കൺസേൺ, അയാൾ തന്റെ കൺസേൺസ്, ആശങ്കകൾ, തന്റെ ഉത്കണ്ഠകൾ കുറിച്ചിടുന്നു. ഇൻ ഹിസ് ഡയറി, അയാളുടെ ഡയറിയിൽ കുറിച്ചിടുന്നു. റൈറ്റ് ദ ലൈക്ലി ഡയറി എൻട്രി, എന്താണ് അയാൾ എഴുതാൻ ചാൻസ് ഉള്ള ഡയറി തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഓൾഡ് മാന്റെ വരവോടുകൂടി ഇയാളുടെ ജീവിതം മാറുന്നു. ഇയാൾ തന്റെ ആശങ്കകളാണ് ഇവിടെ എഴുതി വെക്കുന്നത് ഡയറിയിൽ. അപ്പൊ ഇയാൾ പോസിറ്റീവായിട്ട് ഒത്തിരി പൈസ കിട്ടി, ഇയാൾ ഈ ഓൾഡ് മാന്റെ കാര്യം മറന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ആ ഒരു സംഭവം ഒന്നും അല്ല. ഇയാളുടെ ടെൻഷൻസ് ആണ് ഇയാൾ പങ്കുവെക്കുന്നത്. അപ്പോൾ ഒത്തിരി പൈസ കിട്ടാൻ തുടങ്ങുന്നതിന് മുമ്പത്തെ കാര്യം നമുക്ക് ആ രീതിയിൽ നമുക്കിത് എഴുതി വെക്കാം. ഇയാളുടെ ടെൻഷൻസ്, ഈ ഓൾഡ് മാൻ വന്നു, ഇനി എന്ത് ചെയ്യും ജീവിതം, ആ ഒരു ടെൻഷനാണ് നമ്മളിവിടെ എഴുതാനായിട്ട് പോകുന്നത്. പക്ഷെ ആ വന്ന ദിവസമല്ല, 1-2 ദിവസമായിട്ട് ജീവിതം മാറി എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ 1-2 ദിവസം കഴിയട്ടെ, ആ രീതിയിലാണ് നമ്മൾ ഇത് എഴുതാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കുക, ഡയറിയാണ്. അപ്പൊ ഡയറി ആകുമ്പോൾ നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേയും ഡേറ്റും കൊടുക്കുക എന്നുള്ളതാണ്. ഡയറിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് മറക്കരുത്, ഡേയും ഡേറ്റും കൊടുക്കുക. അതാണ് ഡയറിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡേ നോക്കുക. സാറ്റർഡേ നമ്മളൊരു എക്സാമ്പിളിന് കൊടുത്തിരിക്കുന്നു, സാറ്റർഡേ ആണ്. അടുത്തെന്ന് പറയുന്നത് 30 ഏപ്രിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ് അതാണ്. വർഷം നിർബന്ധമില്ല, വർഷം വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ കൊടുക്കണ്ട, അതേ ഉള്ളൂ, നിർബന്ധമില്ല. നോക്കുക, ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ. ഡയറി തുടങ്ങുകയാണ് അല്ലെ. ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ. ഇറ്റ്സ് അൺബിലീവബിൾ, വിശ്വസിക്കാൻ പറ്റാത്തത് അല്ലെ. അൺബിലീവബിൾ ആണ്, വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ഈസ് ദിസ് ദി എൻഡ് ഓഫ് ദി വേൾഡ്, ഇതെന്താ ലോകാവസാനമാണോ? ഈസ് ദിസ് ദി എൻഡ് ഓഫ് ദ വേൾഡ്, ഇത് ലോകാവസാനമാണോ? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്, അല്ലെ, ഒരു എന്താണ് വലിയ ചിറകുള്ളൊരു വളരെ പ്രായം ചെന്ന മനുഷ്യൻ. എക്സ്ക്ലമേഷൻ മാർക്ക് ശ്രദ്ധിച്ചോണം അല്ലെ, അത്ഭുതമാണ് കാണിക്കുന്നത്. ബട്ട് ഹൗ ഈസ് ഇറ്റ് പോസിബിൾ, പക്ഷെ എങ്ങനെ ഇത് സാധ്യമാകും? എങ്ങനെയാണ് ഇത് സാധ്യമായത്? ദ നൈബർ വുമൺ, അയൽക്കാരി സ്ത്രീ, സെയ്സ്, പറയുന്നു, ഹി ഈസ് ആൻ ഏഞ്ചൽ, ഇയാൾ ഒരു ഏഞ്ചൽ ആണെന്നാണ് അയൽക്കാരി സ്ത്രീ പറയുന്നത്. ബട്ട് ഹി ഡസൻറ്റ് റിസംബിൾ എനി ഏഞ്ചൽ, എന്നാൽ ഇയാളെ കണ്ടാൽ ഏഞ്ചൽ ആയിട്ട് തോന്നില്ല, ഏഞ്ചലിനെ പോലെയല്ല, ഏഞ്ചലുമായിട്ട് റിസംബ്ലൻസ് ഒന്നുമില്ല, റിസംബിൾ ചെയ്യുന്നില്ല, ഏഞ്ചലിനെ പോലെയല്ല. ഏത് ഏഞ്ചലാന്ന് നോക്കിയേ, ഐ എവർ ഇമാജിൻഡ്, ഞാൻ എപ്പോഴെങ്കിലും സങ്കല്പിച്ചിട്ടുള്ള ഒരു ഏഞ്ചലിനെ പോലെയല്ല, ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു ഏഞ്ചലിനെ പോലെയല്ല ഇയാൾ. ഹി ലുക്സ് ലൈക്ക് സംതിങ് ഔട്ട് ഓഫ് എ നൈറ്റ് മെയർ, ഒരു നൈറ്റ് മെയറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നതുപോലെയാണ് ഇയാളെ കണ്ടാൽ തോന്നുക. ഒരു ദുസ്വപ്നത്തിൽ നിന്ന്, ഒരു പേടി സ്വപ്നത്തിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു സംഭവം പോലെയാണ് ഇയാളെ കണ്ടാൽ തോന്നുക. ഹി ഹാസ് വിങ്സ്, അയാൾക്ക് ചിറകുണ്ട്. റിയൽ വിങ്സ് അല്ലെ, ശരിക്കുള്ള ചിറകുണ്ട്. നോ ഡൗട്ട്, ഒരു സംശയവുമില്ല, ശരിക്കുള്ള ചിറക് അയാൾക്കുണ്ട്. ബട്ട് എന്നാൽ ദേ ആർ ഡേർട്ടി, ആ ചിറക് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഡേർട്ടിയാണ്, അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. ആൻഡ് ഹാഫ് പ്ലക്ഡ്, പകുതി തൂവലൊക്കെ പറിച്ചതാണ്. ഇങ്ങനെയാണ് ഒരു ഏഞ്ചൽ അല്ലെ, മുഷിഞ്ഞ അഴുക്ക് പിടിച്ചിരിക്കുന്ന ചിറക്, അതുപോലെ തൂവലൊക്കെ പറിച്ചത്, ഇങ്ങനെയാണ് ഒരു ഏഞ്ചൽ അല്ല. ഹി ഈസ് ഡ്രസ്ഡ്, അത് മാത്രമല്ല അയാൾ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നതോ ലൈക്ക് എ റാറ്റ് പിക്കർ, ഒരു വേസ്റ്റ് പെറുക്കുന്ന ആളിനെ പോലെയാണ് ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത്. ഹി ഈസ് ബോൾഡ്, അയാൾ കഷണ്ടിയാണ്. ആൻഡ് ഹാസ് വെരി ഫ്യൂ ടീത്ത്, വായിലാണെങ്കിലോ വളരെ കുറച്ച് പല്ലേ ഉള്ളൂ വായിൽ അല്ലെ. എന്ത് ജീവിയാണിത്? ഇങ്ങനെയാണോ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഏഞ്ചൽ? ഹി വാസ് ലൈയിങ് ഇൻ ദ മഡ്, അയാൾ ചെളിയിൽ കിടക്കുകയായിരുന്നു. വെൻ ഐ സോ ഹിം, ഞാൻ കാണുമ്പോൾ അല്ലെ, ഞാൻ കണ്ടപ്പോൾ ചെളിയിൽ കിടക്കുകയായിരുന്നു. ഹി കുഡിന്റ് ഈവൻ ഗെറ്റ് അപ്പ്, അയാൾക്ക് എഴുന്നേക്കാൻ പോലും പറ്റിയില്ല. ഹി കുഡിന്റ് ഈവൻ ഗെറ്റ് അപ്പ്, അയാൾക്ക് എഴുന്നേക്കാൻ പോലും പറ്റിയില്ല. ഹി സ്പീക്സ് സം സ്ട്രേഞ്ച് ലാംഗ്വേജ്, അയാൾ സംസാരിക്കുന്നതോ ഏതോ വിചിത്ര ഭാഷയാണ്, ഏതോ അറിയാത്ത ഭാഷയാണ് അയാൾ സംസാരിക്കുന്നത്. ബട്ട് എന്നാൽ വാട്ട് ദ നൈബർ വുമൺ സെഡ്, നൈബർ സ്ത്രീ പറഞ്ഞത്, അയൽക്കാരി സ്ത്രീ പറഞ്ഞത് റിയലി ടെറിഫൈഡ് മീ, എന്നെ ശരിക്കും പേടിപ്പിച്ച് കളഞ്ഞു. എന്നോട് ആ അയൽക്കാരി സ്ത്രീ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതാണ് വാട്ട് ദ നൈബർ വുമൺ സെഡ്, ആ അയൽക്കാരി സ്ത്രീ പറഞ്ഞ കാര്യം പറഞ്ഞത് റിയലി ടെറിഫൈഡ് മീ, എന്നെ ശരിക്കും പേടിപ്പിച്ച് കളഞ്ഞു. ഷീ സെഡ്, അവര് പറഞ്ഞത് ഹി ഹാഡ് കം ഫോർ അവർ ചൈൽഡ്, ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്നതാണെന്നാണ് അവർ പറഞ്ഞത്. ഫോർച്ചുനേറ്റ്ലി, ഭാഗ്യവശാൽ, ഭാഗ്യമെന്ന് പറയട്ടെ, അവർ ചൈൽഡ് ഈസ് വെൽ നൗ, ഞങ്ങളുടെ കുഞ്ഞിന് സുഖമായി, ഞങ്ങളുടെ കുഞ്ഞ് ഓക്കെയാണിപ്പോൾ. ഹി റിക്കവേർഡ്, അവന്റെ രോഗം മാറി. ആഫ്റ്റർ ഐ ലോക്ക് ദി ഓൾഡ് മാൻ ഇൻ ദ ചിക്കൻ കൂപ്പ്,
ആ ഓൾഡ് മാനെ പിടിച്ച് ഞാൻ ചിക്കൻ കൂപ്പിൽ കോഴിക്കൂട്ടിൽ അടച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിന്റെ രോഗം മാറി. ബട്ട് ഐ ആം റിയലി വറീഡ്. എന്നാൽ എനിക്ക് ഇപ്പോഴും ടെൻഷനാണ്, എനിക്ക് ശരിക്കും ടെൻഷനാണ്. വാട്ട് ഇഫ് ഹി ഡസ് സംതിങ് ടു മൈ ഫാമിലി? ഈ ഓൾഡ് മാൻ ഇങ്ങേരെ എൻ്റെ കുടുംബത്തെ വല്ലതും ചെയ്താലോ? ഇങ്ങേരെ എൻ്റെ കുടുംബത്തെ വല്ലതും ചെയ്താലോ? ഇങ്ങേർക്ക് വല്ല ദിവ്യശക്തി ഉണ്ടെങ്കിലോ? മൈ വൈഫ് ആൻഡ് ചൈൽഡ് മീൻ എവറിത്തിങ് ടു മീ. എൻ്റെ ഭാര്യയും കുഞ്ഞുമാണ് എൻ്റെ എല്ലാം, അവരാണ് എനിക്കെല്ലാം. മീൻ എവറിത്തിങ് ടു മീ. ഇഫ് സംതിങ് ഹാപ്പൻസ് ടു ദം, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, കണ്ട 3 കുത്തിട്ടേക്കുന്ന കണ്ട, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അവിടെ നിർത്താണ് അല്ലെ, അത് കംപ്ലീറ്റ് ആക്കുന്നില്ല. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഐ കാണ്ട് ഈവൻ ഇമാജിൻ, എനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല, എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. നൗ ഐ ഡോണ്ട് നോ, ഇപ്പൊ എനിക്കറിയത്തില്ല, ഇനി എനിക്കറിയത്തില്ല, ഇപ്പൊ എനിക്കറിയത്തില്ല. വാട്ട് ടു ഡു, എന്ത് ചെയ്യും വിത്ത് ദിസ് സ്ട്രേഞ്ച് മാൻ, ഈ വിചിത്ര മനുഷ്യനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ദ ന്യൂസ് ഈസ് സ്പ്രെഡിങ് ഫാസ്റ്റ്. വാർത്തയാണെങ്കിലോ ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, വാർത്ത പെട്ടെന്ന് പരക്കുകയാണ്. പീപ്പിൾ ഹാവ് ബീൻ റഷിംഗ് ടു സീ ഹിം. ആളുകളാണെങ്കിൽ ഇവനെ കാണാനായിട്ട് ഓടി വരികയാണ് ആളുകൾ. എലിസന്ത ആൻഡ് ഐ ഹാഡ് പ്ലാൻ ടു സെൻഡ് ഹിം അവേ ഓൺ എ റാഫ്റ്റ് ടു ദി ഹൈ സീസ്. എലിസന്തയും ഞാനും പ്ലാനിട്ടതാണ് ഇങ്ങേരെ ഒരു ചെങ്ങാടത്തിൽ കയറ്റി പുറംകടലിലേക്ക് തള്ളിവിടാൻ. ബട്ട് ദ ക്രൗഡ് സ്പോയിൽഡ് അവർ പ്ലാൻ. എന്നാൽ ആൾക്കൂട്ടം ഞങ്ങളുടെ പദ്ധതികളൊക്കെ, ഞങ്ങളുടെ പ്ലാനൊക്കെ പൊളിച്ചു, കൊളവാക്കി. വൈ ഡിഡ് ഹി കം ടു മൈ യാർഡ്? എന്തിനാണ് ഇങ്ങനെ ഞങ്ങളുടെ മുറ്റത്ത് വന്നത്? ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ എം ട്രാപ്ഡ് ഇൻ എ മാജിക്കൽ വേൾഡ്. ഇറ്റ് ഫീൽസ്, തോന്നുന്നത്, ലൈക്ക് ഐ എം ട്രാപ്ഡ്, ഞാൻ ട്രാപ്പ് ചെയ്യപ്പെട്ടതുപോലെയാണ് തോന്നുന്നത്. ഇൻ എ മാജിക്കൽ വേൾഡ്, ഒരു അത്ഭുത ലോകത്ത്, ഒരു മാന്ത്രിക ലോകത്ത് ഞാൻ പെട്ടുപോയൊരു ഫീലാണ് തോന്നുന്നത്. ഗോഡ്, ദൈവമേ, പ്ലീസ് ബി വിത്ത് അസ്, ഞങ്ങളോടൊപ്പം ഉണ്ടാകണേ. ആൻഡ് ഹെൽപ്പ് മീ ഓവർകം ദിസ് ഹോറിബിൾ സിറ്റുവേഷൻ. ഈ ഭയാനകമായിട്ടുള്ള സാഹചര്യം, ഈ ഭയങ്കരമായിട്ടുള്ള സാഹചര്യം, ഇതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ, ഇതിനെ ഒന്ന് മറികടക്കാൻ, തരണം ചെയ്യാൻ ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ ദൈവമേ, ഞങ്ങളുടെ കൂടെ വേണേ. ഇത്രയുമാണ് പെലായോ എഴുതുന്ന ഡയറി. ഈ രീതിയിലാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനിയും നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പരീക്ഷ എടുക്കുന്ന സമയത്ത് ചെയ്തു നോക്കാം. എങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഉറപ്പിക്കുക, നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഗുഡ് ബൈ.